തെരഞ്ഞെടുപ്പ് കാലത്ത് 4 വോട്ടിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാര് എന്തൊക്കെ കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്. അതൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കുകയും ചെയ്യും. അതൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ദുര്യോഗം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം CPM കേരളം മുഴുവൻ അവരുടെ നേതാക്കള് ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് ഈ സുവിശേഷ പ്രവർത്തകര് ചെയ്യുന്നത് പോലെ ചില ലഘുലേഖകളും ഒക്കെ ആയിട്ട് അവർ ഓരോ വീടുകളും കയറി ഇറങ്ങും. അതുപോലെ CPMന്റെ നേതാക്കള് ലോക്കൽ പ്രാദേശിക തലത്തില്, ജില്ലാ തലത്തില്, സംസ്ഥാന തലത്തില്, ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും ഓരോ വീടും കയറി ഇറങ്ങുക, അവർക്ക് പറ്റിയ അപരാധങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുക. അത് പ്രത്യേക സർക്കുലറൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പുറത്തു നിന്നുകൊണ്ട് സംസാരിക്കരുത്, അകത്ത് കയറി ചെന്ന് അവിടെ ഇരുന്നിട്ട് വേണം വീട്ടിലുള്ളവരുമായിട്ട് സംവദിക്കേണ്ടത്. അതുമാത്രമല്ല, അവരെന്തെങ്കിലും തർക്കം പറഞ്ഞാൽ, ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിനൊന്നും മറുപടി പറയണ്ട, തർക്കത്തിന് നിൽക്കണ്ട, മറുപടി പറയാം, പക്ഷേ തർക്കിക്കാൻ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവരെ ഒന്നും വെല്ലുവിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നല്ല മര്യാദ കുട്ടപ്പന്മാരായിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങണമെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ച് സർക്കുലറും എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരില് നമ്മുടെ ബേബി സഹാബിന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹ സന്ദർശനം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാ. ആലോചിച്ച് നോക്കണം, പാർട്ടിയോടുള്ള കൂറ്, പാർട്ടിയെ മൂന്നാമതൊന്ന് ജയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 110 സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എടുക്കുന്ന പെടാപ്പാടുകള്, കഷ്ടപ്പാടുകള് ആലോചിച്ച് നോക്കേണ്ടതാ. കൊടുങ്ങല്ലൂരിൽ വീടുകൾ കയറുക, നേരത്തെ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നതാ. ഇത് കൊടുങ്ങല്ലൂരിലെ സംഭവം നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ ചെല്ലുന്നു, സർക്കുലറിൽ പറഞ്ഞതുപോലെ അകത്തേക്ക് കടക്കുന്നു, ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു, വിശദീകരണങ്ങൾ പറയുന്നു, എന്നിട്ട് അതിനുശേഷം എന്തോ ഭക്ഷിക്കാൻ കൊടുക്കുന്നു. ഭക്ഷിച്ച പാത്രവുമായിട്ട് അദ്ദേഹം അടുക്കളയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ചെന്നിട്ട് ആ പാത്രങ്ങൾ വൃത്തിയാക്കുന്നു, സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നു. ചേടാ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഈ പണി കാണിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു സഖാക്കൾക്ക് പാത്രം കഴുകാതിരിക്കാൻ പറ്റുമോ? അവരും കൂടെ ക്യൂ നിന്ന് അടുക്കളയിൽ കിടന്ന് പാത്രങ്ങൾ കഴുകി വെക്കുന്നു, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കുന്നു, എന്നിട്ട് അതൊക്കെ നമ്മളെ കാണിക്കുന്നു. എന്തൊരു പരിഹാസ്യമായ രംഗമാണ് ഇതെന്ന് എന്തുകൊണ്ട് ഇവരൊന്നും ആലോചിക്കുന്നില്ല? എത്രയോ കാലമായിട്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. വലിയ നേതാക്കന്മാരെ തൊട്ടിങ്ങോട്ട് EMSന്റെ കാലം മുതൽ അവരോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അഖിലേന്ത്യാ തലത്തിൽ പ്രകാശ് കാരാട്ടും അതുപോലെ സീതാറാം യെച്ചൂരിയും ഒക്കെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹമാണ് ഇതൊക്കെ കാണിക്കുന്നത്. 4 വോട്ടിന് വേണ്ടി ഇതുപോലുള്ള കോപ്പിരാട്ടികള് കാണിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു അതിജീവിത ഒരു കത്തെഴുതി അതിലെ വളരെ വികാര നിർഭരമായ ഒരു വാചകം ഒരു കപ്പിന്മേൽ അച്ചടിച്ചിട്ട് ആ കപ്പും പിടിച്ചിരുന്ന് പരസ്യമായിട്ട് ഒരു ചടങ്ങിലിരുന്ന് ചായ കുടിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി. ഇതൊക്കെ ആരാണ് ഈ ഉപദേശങ്ങൾ നൽകുന്നത്? ഇംഗ്ലീഷിലാ, അത് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയുമല്ല. എന്നിട്ട് പോലും അതും പിടിച്ചിരുന്നിട്ട് അദ്ദേഹം ചായ കുടിക്കുക. എന്നിട്ട് ഇത് കണ്ടിട്ട് വേണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സുമാറാൻ. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFനെതിരായിട്ട് വോട്ട് ചെയ്ത ആളുകളൊക്കെ ഈ കപ്പിലെ ആലേഖനം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള തോന്നലാ. കുറഞ്ഞ പക്ഷം അതിന് ഒരു വൈകാരികതയുടെ അംശമെങ്കിലും ഉണ്ടായിരുന്നു. അതിജീവിത എഴുതിയ കത്താണ്, അതിലെ വാചകമാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതുകൊണ്ടല്ലോ നമ്മുടെ ബേബി സഹാബ് കാണിച്ചത് അങ്ങേയറ്റം പരിഹാസ്യമായ ഒരുതരം നാണം കെട്ട ഏർപ്പാടായിപ്പോയി. അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഒരു നൌഷാദ് കറുകപ്പാടത്തിന്റെ വീട്ടിലാണ് ഈ അടുക്കളയിലെ പാത്രം കഴുകൽ നാടകം അരങ്ങേറിയത്. വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകുന്ന അദ്ദേഹം ഒരു CPM പ്രവർത്തകനായിരിക്കും, യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, അദ്ദേഹം പാത്രം കഴുകാൻ കയറിയ അടുക്കളയുണ്ടല്ലോ, നല്ല സ്റ്റൈലൻ അടുക്കളയാണ്, നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു അടുക്കള. അപ്പൊ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ കാൽപാദങ്ങളിൽ പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് തട്ടിക്കളഞ്ഞിട്ട് മാത്രമേ അകത്തേക്ക് കടക്കാൻ നമുക്ക് തോന്നുകയുള്ളൂ. അതുപോലെ ഒരു സ്റ്റൈലൻ അടുക്കള. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പാത്രം കഴുകൽ, പാത്രം ശുചീകരണം. ഈ സിഖ് സമുദായത്തില് തെറ്റുകൾ ചെയ്യുന്ന ചില പൊതുപ്രവർത്തകരെ, ആളുകള്, നേതാക്കൾ അടക്കമുള്ളവർ, അവർക്ക് നൽകുന്ന ഒരു ശിക്ഷയുണ്ട്. അതായത് സിഖ് ആരാധനാലയങ്ങളിൽ മറ്റുള്ളവർ കഴിച്ച പാത്രം കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. സിഖ് സമുദായത്തിലെ വലിയ പ്രബലരായ നേതാക്കന്മാരെ കൊണ്ടുവരെ ഇത് ചെയ്യിച്ചിട്ടുണ്ട്. ഒരു ശിക്ഷ എന്ന നിലയിലാണ്. അവര് സമൂഹത്തോടോ അല്ലെങ്കിൽ സമുദായത്തോടോ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾക്കുള്ള ശിക്ഷ. ഇതിപ്പോ ബേബി സഖാവിന്റെ ഈ പാത്രം കഴുകൽ കണ്ടാല് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത തെറ്റുകളുടെ കൂമ്പാരം 1 2 അല്ല, തെറ്റുകളുടെ പരമ്പര, അതിനുള്ള ഒരു പ്രായശ്ചിത്തമായി വേണം അതിനെ നമ്മൾ കാണേണ്ടത്.
ഈ നൗഷാദിന്റെ വീട്ടിൽ മാത്രമല്ലല്ലോ ബേബി സഹാബ് കയറിയത്, ഗൃഹ സന്ദർശനം നടത്തിയത്. അതിനു മുമ്പ് മറ്റു പല വീടുകളിലും കയറിയിട്ടാണ് അവിടേക്ക് വരുന്നത്. അവിടെയൊക്കെ വല്ല ചായ കാപ്പി പലകാരങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടാവുമല്ലോ, കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ബേബി സഖാവും സഹസഖാക്കളും അതൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഇതാണ് എന്റെ ശീലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാത്രങ്ങള്, ചായക്കപ്പുകള്, കാപ്പി തന്ന ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിട്ടാണോ നമ്മുടെ ബേബി സഖാവ് ഇങ്ങോട്ട് പോകുന്നത്? ഇതൊക്കെ ആരെ കാണിക്കാന്? ഇതൊക്കെ എന്ത് നാടകമാണ്? ഇതൊക്കെ വെറും കോമാളിത്തരങ്ങളാണ്, യാതൊരു സംശയവുമില്ല. പറഞ്ഞല്ലോ, ദേശീയ ജനറൽ സെക്രട്ടറിയാ, അദ്ദേഹമാണ് മാതൃക കാട്ടേണ്ടത്. അദ്ദേഹം അടുക്കളയിൽ കയറി പാത്രം കഴുകുകയാണ് ചെയ്തതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്തായിരിക്കും ചെയ്യേണ്ടത്? മുറ്റമടിക്കലാണോ? ചെല്ലുന്ന വീട്ടിലെ മുറ്റം അല്ലെങ്കിൽ വീടിന്റെ ഉൾവശം അതൊക്കെ തൂത്തു വൃത്തിയാക്കലാണോ ചെയ്യേണ്ടത്? ജില്ലാ സെക്രട്ടറിയുടെ പരിപാടി എന്താണ്? അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തായിരിക്കും? കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ കുളിപ്പിച്ച് തോർത്തിയെടുക്കുക മുതലായ ജോലികളാണ് അവർ ചെയ്യേണ്ടത്. പിന്നെ ഏരിയ ഉണ്ട്, ലോക്കലുണ്ട്, ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതാവിന്റെ ജോലി ഒരുപക്ഷെ ആ വീടുകളില് ശുചിമുറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. എന്തൊക്കെ നാടകങ്ങള്, അസംബന്ധ നാടകങ്ങള് നമ്മൾ കാണണം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക്. അതും CPM പോലൊരു പാർട്ടിയുടെ നേതാക്കളാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം. പണ്ടൊക്കെ CPM സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററില് സ്ഥാനാർത്ഥികളുടെ ചിത്രം അച്ചടിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ആദ്യമായിട്ട് ജയിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് CPM-ന്റെ ചരിത്രത്തില് ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം പോസ്റ്ററിൽ അച്ചടിക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് പതിവായി. അത്തരത്തിൽ പോലും വളരെ നിഷ്കർഷ പുലർത്തിയിരുന്ന ആ പാർട്ടിയുടെ നേതാക്കളാണ് ജനങ്ങളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുമെന്ന വിചാരത്തിൽ, പ്രതീക്ഷയിൽ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഏത് PR ഏജൻസിയുടെ ഉപദേശം അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ മുഖ്യമന്ത്രി ചായ കുടിച്ച കപ്പ്, അത് ഇവിടെ കത്തിലെ വാചകങ്ങള്, യാതൊരു സംശയമില്ല ഏതൊരു PR ഏജൻസിയുടെ ഉപദേശമാണ്. PR ഏജൻസികളെ വെക്കുന്നത് നല്ലതാണ്. നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, അത് ചിലപ്പോൾ പ്രയോജനം ഉണ്ടായത് വരും. പക്ഷെ ഇതൊക്കെ ഏത് ഏജൻസി, ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപദേശം നൽകുന്നത്? നമുക്കറിയാം PR ഏജൻസി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ, നേതാക്കള് അവർ എത്രയോ വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഇതിന്റെ ഗുണദോഷങ്ങള് മനസ്സിലാവണ്ടേ? അല്ലെങ്കിൽ ഒരു ഏജൻസിക്കാരൻ പറഞ്ഞ ഉടനെ ഏതെങ്കിലും വീട്ടിൽ ചെന്നവരുടെ അടുക്കളയിൽ കയറുക, പാത്രം കഴുകുക, അല്ലെങ്കിൽ അത് ഈ ഒരു എഴുതിയ കത്തിന്റെ ചില ഭാഗങ്ങള് കപ്പിൽ അടിച്ചിട്ട് അതുമായി പരസ്യമായി ചായ കുടിക്കുക. ഒന്ന് ആലോചിക്കണ്ടേ? തലമണ്ടയുണ്ടല്ലോ നമുക്ക്, പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്. അവർ എത്ര കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഉള്ളതാ. PR ഏജൻസിക്കാർ അങ്ങനല്ല. അവര് അവരുടേതായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തില് ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതെല്ലാം സ്വീകരിക്കണമെന്നില്ല. എന്തായാലും ആര് പറഞ്ഞിട്ടായാലും ഈ അടുക്കളയിൽ കയറുള്ള പാത്രം കഴുകലുണ്ടല്ലോ, അത് മഹാമോശമായി പോയി, അത് പോക്കണം കേടായി പോയി, യാതൊരു സംശയവുമില്ല. ഇതിന് സമാനമായ ചില കാര്യങ്ങള് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. കിങ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു, മുരളി അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഇങ്ങനെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവിടെ റോഡ് പക്കത്തോ വീടിന് മുമ്പിലോ ഒരു പയ്യൻ നിൽക്കുന്നു, കൊച്ചുകുഞ്ഞ, മൂക്കൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ആളുകളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഈ നേതാവ് ആ ചെക്കനെ എടുക്കുന്നു, തോളെ വെക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ ആരും കാണാതെ അല്പസമയം കഴിഞ്ഞപ്പോഴേ ഡെറ്റോൾ ഒഴിച്ച് കൈയൊക്കെ കഴുകുന്നു. മറ്റൊരു സിനിമയില് മോഹൻലാൽ കഥാപാത്രമായിട്ട് ഇതുപോലൊരു സംഭവം ചിത്രീകരിക്കുന്നുണ്ട്. ആ സിനിമയുടെ പേര് മറന്നുപോയി. അതില് മോഹൻലാൽ കുടിലിനുള്ളിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ഒരു വല്യമ്മച്ചി എന്തോ മീൻകറിയോ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അത്ര നല്ല അന്തരീക്ഷമൊന്നുമല്ല. നമ്മുടെ ബേബി സഖാവ് പാത്രം കഴുകാൻ പോയ അടുക്കള പോലുള്ള ഒരു സ്ഥലമല്ല, ഒരു കുടിലാണ്, ഒരു പാവപ്പെട്ട കുടുംബം ജീവിക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് അദ്ദേഹം ഇത് മീൻകറി ഉണ്ടാക്കുകയാണല്ലോ, എനിക്ക് അല്പം മീൻകറിയും കപ്പയും വേണം, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നു. അവിടുത്തെ കൊച്ചിനെ എടുത്ത് ഉമ്മ വെക്കുന്നു. പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ബാത്ടബില് ഡെറ്റോള് കലക്കിയ വെള്ളം വെച്ച് കുളിക്കുന്നു. ബേബി സഖാവിന്റെ ഈ ആക്രാന്തം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ രംഗങ്ങളാണ് ഓർത്തുപോയത്. നമ്മുടെ ബേബി സഖാവ് കൊടുങ്ങല്ലൂരിൽ ഒരു വീട്ടിൽ കയറി അവിടെ പാത്രം കഴുകി, ശരിയാ, നല്ല കാര്യമാണ്. പക്ഷെ ഇതൊന്നും എല്ലാ കാലത്തും പാർട്ടി സഖാക്കൾ ചെയ്യുമെന്നൊന്നും ആരും കരുതണ്ട. മറ്റു സഖാക്കൾ പോലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ നേതാക്കൾ വീട്ടിലോട്ട് വരുമ്പോൾ പാത്രം കഴുകി തന്നിട്ട് പോകും എന്നൊന്നും കരുതണ്ട. ഇത് സ്പെഷ്യൽ ഓഫറാകട്ടോ, അതായത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമുള്ള പ്രത്യേക ഓഫർ. ഉത്സവ സീസണിലൊക്കെ അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഒക്കെ ഓരോരുത്തരും നൽകാറില്ലേ, അതുപോലെ മാത്രം കണ്ടാൽ മതി. ഏതായാലും ദേശീയ ജനറൽ സെക്രട്ടറി ബേബി സഖാവിനെ കൊണ്ടുവരെ അന്യ അടുക്കളയിലെ പാത്രം കഴിയിച്ചല്ലോ എന്ന് നമ്മുടെ പിണറായി വിജയന് അഭിമാനിക്കാം. അദ്ദേഹമാണല്ലോ ഈ ഒരു തീരുമാനമെടുപ്പിച്ച് സഖാക്കളെ മുഴുവൻ രംഗത്തേക്ക് ഇറക്കി വിട്ടത്. എന്നാലും ബേബിച്ചായ ഇത് അല്പം കൂടിപ്പോയി. അങ്ങയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല.
അങ്ങൊരു ദേശീയ നേതാവാണ്, അന്തർദേശീയ നേതാവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അന്തർദേശീയ വിഷയങ്ങളുമായിട്ട് അത്രയ്ക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ഈ ചീളുപണിക്ക് അങ്ങിറങ്ങിയത് വലിയ കഷ്ടമായിപ്പോയി. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായ സമയത്ത് അന്നൊരു ഗൃഹസന്ദർശനം നടത്തിയായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനൊക്കെ അതിൽ പങ്കെടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അവരാരും ഏതെങ്കിലും അടുക്കളയിൽ കയറി പാത്രം കഴുകിയ ഒരു ഓർമ്മയില്ല. ഇത് കോവിഡിന്റെ കാലത്ത് ബാൽക്കണിയിൽ നിന്ന് പാത്രം കൊട്ടിയാൽ കോവിഡ് പേടിച്ചോടുമെന്ന് ആരോ പറഞ്ഞതുപോലെ ആയിപ്പോയി. അന്യന്റെ അടുക്കളയിൽ പാത്രം കഴുകിയാൽ, അല്ലെങ്കിൽ അവരുടെ മുറ്റമടിച്ചു കൊടുത്താൽ, അവരുടെ പിള്ളേരെ കുളിപ്പിച്ചാൽ വോട്ട് കിട്ടും, അങ്ങനെ ജയിക്കാം, 110 സീറ്റ് നേടാം, പിണറായി വിജയന് 3ാം ഭരണം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത് ബേബിച്ചായ വളരെ കഷ്ടമായിപ്പോയി. ഇനി ഗൃഹസന്ദർശനത്തിന് പോകുമ്പോഴേ ഒരു കാര്യം ഓർത്താൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. അതായത് ഈ പാത്രം കഴുകുന്ന വിം പോലെയുള്ള ഈ വാഷിംഗ് പൗഡർ എന്തെങ്കിലും ഇടുപ്പില് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പാത്രം കഴിയുകൊണ്ട് തുടച്ചു വൃത്തിയാക്കാനുള്ള തുണിയും അരയിൽ കെട്ടിയാക്കണം. അപ്പൊ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി മാറ്റാൻ പറ്റും, ജോലി പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. അങ്ങനെ സമയം ലാഭിച്ചാൽ കൂടുതൽ വീടുകളിൽ കയറാനും കൂടുതൽ പാത്രങ്ങൾ കഴുകാനും സാധിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതിന്റെ സമയമൊക്കെ നോക്കി കൃത്യമായിട്ട് ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പാത്രം കഴുകലിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ബേബിച്ചായന് പിണറായി വിജയനോടൊന്ന് പറഞ്ഞാൽ മതി, ഈ സർക്കാരൊന്ന് നന്നാവാൻ പറ. പിണറായി വിജയന്റെയും കൂട്ടരുടെയും ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒന്ന് അവസാനിപ്പിക്കാൻ പറ. സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരോട് ആളുകളെ പ്രകോപിപ്പിക്കാതെ നാവ് വായിലിടാൻ പറ. കൂടുതൽ സംസാരിക്കണ്ട എന്നൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഉപദേശിക്ക്. അങ്ങ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണല്ലോ. അങ്ങനെ ചെയ്താൽ മാത്രം മതി. അതിന് പകരം ഇങ്ങനെ ഊര് തണ്ടി നടക്കേണ്ട, വീട് തണ്ടി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പറഞ്ഞ തിരുത്തലുകളൊന്നും നടത്തുന്നില്ലെങ്കിൽ വെറുതെ വീട് കയറിയിട്ടോ പാത്രം കഴുകിയിട്ടോ ഒരു പ്രയോജനവും